ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ട സംഭവത്തിൽ കുറ്റം സമ്മതിക്കാതെ പ്രതി സുരേഷ് കുമാർ. പെൺകുട്ടിയെ ആക്രമിച്ചത് ഒരു ബംഗാളിയാണെന്നായിരുന്നു പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഇയാളുടെ പ്രതികരണം. ഇതൊക്കെ ചുമ്മാ നമ്പരാണെന്നും പെൺകുട്ടിയെ തനിക്കറിയില്ലെന്നും പ്രതി കൂസലില്ലാതെ പറഞ്ഞു. മദ്യപിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് "ഓ എവിടെ" എന്നായിരുന്നു പ്രതിയുടെ മറുപടി. ഞായറാഴ്ച രാത്രിയാണ് കേരളത്തെ നടുക്കിയ സംഭവമുണ്ടായത്. മദ്യലഹരിയിലായിരുന്ന സുരേഷ് കുമാർ ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിടുകയായിരുന്നു. ട്രാക്കിൽ തലയിടിച്ചു വീണ് അതീവ ഗുരുതരാവസ്ഥയിലായ പേയാട് സ്വദേശിനി ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. നിലവിൽ ശ്രീകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിങ്കളാഴ്ച രാവിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം പരിശോധിക്കും. ഇതിനുശേഷം കൂടുതൽ ശസ്ത്രക്രിയകൾ ഉടനു വേണമോ എന്ന കാര്യം തീരുമാനിക്കും. ശ്രീകുട്ടിയുടെ അമ്മയും സഹോദരനും ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവരോടും ചർച്ച ചെയ്ത ശേഷമാകും തുടർചികിത്സകൾ തീരുമാനിക്കുക. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വർക്കല ഐന്തിക്ക് സമീപത്തുവെച്ച് ഞായറാഴ്ച രാത്രി 9 മണിക്കായിരുന്നു സംഭവം. അക്രമം കണ്ട യാത്രക്കാർ ഉടൻ തന്നെ അപായച്ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തിച്ചു. പരിക്കേറ്റ് ട്രാക്കിൽ കിടന്ന ശ്രീകുട്ടിയെ റെയിൽവേ പോലീസ് കൊല്ലത്തേക്ക് പോകുകയായിരുന്ന മെമു തീവണ്ടിയിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചു. ഇവിടെ നിന്ന് ആംബുലൻസിൽ ശ്രീനാരായണ മെഡിക്കൽ മിഷന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. തലയ്ക്കും കൈക്കും ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമുണ്ടായ ശ്രീകുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. അക്രമി വെള്ളറട പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെ യാത്രക്കാർ തീവണ്ടിയിൽ തടഞ്ഞുവെച്ചു. കൊച്ചുവേലിയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുക്കുമ്പോൾ അക്രമാസക്തനായ ഇയാളെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. ആലുവയിൽ നിന്ന് സുഹൃത്ത് അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി. ജനറൽ കമ്പാർട്ട്മെന്റിലെ ശൗചാലയത്തിൽ പോയി വാതിലിനു സമീപമെത്തിയപ്പോഴാണ് അപരിചിതനായ ഒരാൾ നടുവിന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടതെന്ന് ഒപ്പമുണ്ടായിരുന്ന അർച്ചന പറഞ്ഞു. അർച്ചനയെയും സുരേഷ് കുമാർ ചവിട്ടിയിരുന്നു. വാതിലിനരികിലെ കമ്പിയിൽ തൂങ്ങിക്കിടന്ന അർച്ചനയെ ട്രെയിനിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരെത്തിയാണ് ഉള്ളിലേക്ക് പിടിച്ചുകയറ്റിയത്. സുരേഷ് കുമാർ കോട്ടയത്തുനിന്നാണ് തീവണ്ടിയിൽ കയറിയത്. ഇയാൾ തീവണ്ടിക്കുള്ളിൽ വെച്ചും മദ്യപിച്ചതായി യാത്രക്കാർ പറഞ്ഞു. പ്രതിയെ ഇന്ന് മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കും.